നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ബൈജുവിനോട് കാർത്തിക കാര്യങ്ങളൊക്കെ പറയണം. രാഹുലിന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ബൈജുവിന് ഭയങ്കര സന്തോഷമായി. കാരണം ബഗാസുരന് പണ്ടേ ചാവണ്ടാണ്, എത്രമാത്രം ക്രൂരതയെ ചെയ്തിരിക്കുന്നത്. അത് കേട്ടുകഴിഞ്ഞപ്പോ ബൈജുവിനൊന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാണെന്ന് തോന്നി. ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല. അവനെ കടിച്ചു കീറി മൃഗങ്ങളെ കൊന്നേന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ശരിക്കും അവനെ അർഹിച്ച രീതിയിലുള്ള മരണം അവന് കിട്ടിയിരിക്കുന്നേ. കാർത്തിയോട് പറഞ്ഞു, ഞാൻ എന്താണ് കല്യാണി ഒന്നുകൂടെ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കല്യാണിയെ കാണാനായിട്ട് കയറി ചെന്നു. പിന്നീട് കല്യാണിയുടെ ബൈജു ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. രാഹുലിന്റെ മരണത്തെക്കുറിച്ചും സംസാരിച്ചു. എന്റെ കല്യാണി ഒന്നും പറയണ്ട. ശരിക്കും ആ രാഹുൽ മരിക്കണ സമയത്ത് അതൊന്നും കാണാൻ പറ്റിയില്ലെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞു. അതെന്താ ബൈജു അങ്ങനെ പറഞ്ഞേ? അല്ല, മൃഗങ്ങൾ അവനെ കടിച്ചു കീറി കൊല്ലുന്ന എനിക്കൊന്ന് കാണണമായിരുന്നു പറഞ്ഞു. അത്രയ്ക്ക് ദുഷ്ടനല്ലേ അവന്? എത്രമാത്രം ദുഷ്ടത്തര കാണിച്ചിരിക്കുന്നേ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എന്നാലും അയാൾ മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ കിരണളയും വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അവനെ? ഒരു കാരണവശാലും ഇല്ല. എനിക്കറിയായിരുന്നു അവൻ തീരത്തുള്ളെന്ന്. കല്യാണിയെ കുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ വെറുതെ പെടുത്തില്ല കിരണളിയന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇത് കുറച്ചുകൂടെ മുമ്പേ കിട്ടണ്ടായിരുന്നു പറഞ്ഞു. ഇനിയും ഉണ്ടല്ലോ ഒരസുരനും കൂടെ കിടപ്പുണ്ടല്ലോ അകത്ത്, ആ വിക്രം എന്ന് പറഞ്ഞേ. അവൻ ഇനി എന്നാ പുറത്തിറങ്ങണമെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അവൻ പുറത്തിറങ്ങിയാലും ചിലപ്പോൾ അപായപ്പെടുത്താൻ വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കല്യാണി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ ഇനി ഇങ്ങനെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ വിധി ഇതായിരിക്കും, അവനും അകത്തേക്ക് പോകും. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അവന്റെ കാര്യം അറിയാലോ, അവൻ ഇതുപോലെ തന്നെയാ, അങ്കിളിനെ പോലൊരു സ്വഭാവക്കാരനാ. പേടിക്കേണ്ട കല്യാണി, നിനക്കൊന്നും സംഭവിക്കാൻ പോകത്തില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല. അതിനല്ലേലും കിരൺ അലയെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അതെ ബൈജു, ഇപ്പൊ ഞാൻ ശരിക്കും ജീവിതത്തിലേക്ക് മടങ്ങി വന്നോളാം. മരിച്ച് ജീവിച്ചെന്ന് തന്നെ കരുതാം, അതുപോലെ വന്നോളാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന്. ഒരു പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബൈജു പറഞ്ഞു, അങ്ങനെ പിന്നെ കല്യാണിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇത്ര നന്മകളൊക്കെ ചെയ്തല്ലേ, അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എപ്പോഴും കല്യാണിയുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ബൈജു. ഈ സമയത്തും കിരണിനെ കുറിച്ച് കല്യാണി തിരക്കുന്നുണ്ട്. പക്ഷെ കിരൺ പുറത്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു തൽക്കാലത്തേക്കൊന്ന് തടി തപ്പി നിൽക്കുകയാണ്. കാരണം പോലീസ് ലോക്കപ്പിലാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതും ഇത് സമയത്ത് അതൊന്നും അറിയാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയം രൂപ സൈൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ചന്ദ്രേട്ട എങ്ങനെയെങ്കിലും നമ്മുടെ മോനെ പുറത്തിറക്കണം. കല്യാണി മോള് അധികം വൈകാതെ ഇനിയിപ്പോൾ അവനെ അന്വേഷിക്കും. അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയുമെന്ന് പറഞ്ഞു. അതെ, എന്റെ ആഗ്രഹം അതാ. ഞാൻ നവീനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എങ്കില് നാളെ കോടതി ഹാജരാക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു തീരുമാനം അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, കോടതി ഇനി ജാമ്യം കൊടുക്കാതിരിക്കോ മറ്റോ ചെയ്യുവോ? ഏയ്, അതൊന്നും അറിയില്ല. അവൻ ചിലപ്പോ ദുഷ്ടനായിരിക്കും, ആ ഗംഗാപ്രസാദ്. പക്ഷേങ്കില് അവനെ കൊന്നെന്നുള്ള പേരിലല്ലേ കേസ് കിടക്കണേ. അതുകൊണ്ട് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടുമോന്നും അറിയത്തില്ല. ദൈവമേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം കല്യാണിക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഈ അവസ്ഥയെ മോള് കിടക്കുമ്പോൾ. ഇതോടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നീ വിഷമിക്കാതിരിക്കുക, എന്തേലും വഴിയുണ്ടോന്ന് നോക്കാം. ഞാൻ നരസിംഹ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന നവീൻ മിടുക്കനല്ലേ, അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അവൻ അവൻ്റെതായ രീതിക്ക് ബാധിച്ചോളും. ആ CI മാർട്ടിന് അയാളെ ഒരിക്കലും നമുക്ക് സ്വാധീനിക്കാനൊന്നും പറ്റില്ല. അയാൾ കൈക്കൂലി വാങ്ങുന്നവനാണെങ്കിൽ ആ രീതിക്ക് നോക്കായിരുന്നു. ബാക്കിയുള്ള പോലീസുകാരെല്ലാം നമ്മളോടൊപ്പം. കാരണം അവർക്ക് എങ്ങനെയാലും ഗംഗാപ്രസാദ് തലവേദന ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. ടൂ പറഞ്ഞു, എല്ലാത്തിനും കാരണം ആ സ്റ്റെഫി അല്ലേന്ന് ചോദിച്ചു. അതെ, അവളാണ് കാരണം. അവളെ വെറുതെ വിടാൻ പാടില്ല. അവളെ അങ്ങ് തീർത്ത് കളഞ്ഞാലൊന്നും പോലും ഞാൻ ആലോചിക്കുക. അവൾ പരാതി കൊടുത്തോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവളുടെ വിചാരം ഗംഗാപ്രസാദ് ആണ് നല്ലവനാന്നാ. അവൻ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട്, അതുപോലും ചിന്തിക്കാതെ അവള്. അത് കേട്ടപ്പോ രൂപ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവളും ഇപ്പൊ അതുപോലെ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവളല്ലേ, അതുകൊണ്ടല്ലേ അവളിപ്പോ ജയിലിൽ പോയി കിടക്കണമെന്ന് ചോദിച്ചു. അതെ, ചക്കിക്കൊത്ത ചങ്കടൻ എന്ന് പറഞ്ഞാല് രണ്ടുപേരും ചേരും. ഇനിയിപ്പം അവൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്നും കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾക്ക് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അവൾക്ക് ദേഷ്യം ഇരട്ടിക്കും. അവള് തിരിച്ചു പരോള് കഴിഞ്ഞ് ജയിലിലേക്ക് പോയാലും പ്രതികാര ബുദ്ധിയോടെ ആയിരിക്കും വീണ്ടും ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന കല്യാണിയൊക്കെ തീർക്കാനായിട്ട് അവൾ മാക്സിമം ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രൂപ പറഞ്ഞു, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് ചന്ദ്രേട്ടാന്ന് പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് തന്നെ നീങ്ങണം. കാരണം അവൾക്കിനി അധികം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അവളുടെ ഏറ്റവും വലിയ ബലം ആ ഗംഗാപ്രസാദ് ആയിരുന്നല്ലോ. അവന്റെ കാര്യത്തിലൊരു തീരുമാനം ആയല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് പ്രകാശിന് ഭയങ്കര ടെൻഷനായിരുന്നു. കിരണിനെ പുറത്തിറക്കണം.
കാരണം കല്യാണി മോള് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക കിരൺ എന്ത് ചെയ്യുന്ന എത്ര സമയം മൂടി വെക്കാൻ പറ്റും. ഇന്നൊരു ദിവസം കൂടെ ഇങ്ങനെ പോകും. നാളെ കോടതി ഹാജരാക്കുന്ന സമയത്ത് ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ 14 ദിവസത്തിന് റിമാൻഡ് ചെയ്യും. ആ 14 ദിവസം അതിനുള്ളിൽ തന്നെ കല്യാണി കാര്യങ്ങളൊക്കെ അറിയും. കല്യാണിക്ക് അത് സഹിക്കാൻ പറ്റില്ല. പ്രകാശൻ രണ്ടും കൽപ്പിച്ച് നവീനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. നവീന്റെ വക്കീൽ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രകാശൻ നവീനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവീനെ എങ്ങനെയെങ്കിലും കിരണിനെ ഒന്ന് പുറത്ത് എത്തിക്കണം. കാരണം കിരണിന് ഒരാപത്തും വന്നുകൂടാന്ന് പറഞ്ഞു. കിരൺ ഒരിക്കലും കുറ്റക്കാരനാന്ന് പറഞ്ഞുകൊണ്ട് കിരണെ ലോക്കപ്പിലേക്ക് വിടില്ലെന്ന് പറഞ്ഞു, ജയിലിലേക്ക് വിടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നവീൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ കൊലപാതക കുറ്റമാണ് തലേ വന്നിരിക്കുന്നത്. പോരാത്തനും കിരൺ എങ്ങാനും കുറ്റം സംഭവിച്ചിട്ടുണ്ട് തീർന്നു, പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കിരൺ കുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണിയുടെ കാര്യം വല്ലാത്തൊരു അവതാളത്തിലേപ്പോ. അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ കുറ്റം ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, എന്താ പറഞ്ഞ്, കുറ്റം ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ഈസി ആയിട്ട് രക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, അത്രേ ഉള്ളോ? അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കുറ്റം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ പ്രകാശേട്ടൻ, ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ ആ കൃത്യം ചെയ്തെന്ന് പറഞ്ഞാൽ പോരെ, വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും കോടതി അങ്ങനെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാ വേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി, എനിക്ക് രക്ഷിച്ചാൽ മതിയാവുള്ളൂ കിരണിനെ. ഇനിയിപ്പോൾ എൻ്റെ ജീവിതം എത്ര കാലം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ജയിലിലേക്ക് പോയാലും അത് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എനിക്കിനി അധികം കാലമൊന്നും ഉണ്ടാകത്തില്ല. 2-3 അറ്റാക്ക് വന്നു കഴിഞ്ഞ് മനുഷ്യനല്ല ഞാൻ. അതുപോലെ 100 പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കല്യാണം കിരണൊക്കെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആ സമയത്ത് അവരുടെ ജീവിതം നശിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഒരു നല്ല കാര്യം പോലും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, അത് വേണോ? അങ്കിളുടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, അതൊന്നും സാരമില്ല. കിരണിനെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാ. ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യണമെന്ന് വക്കീൽ പറഞ്ഞാൽ മാത്രം മതി, ഞാൻ ആ കേസ് ഏറ്റെടുത്തോളാം, എങ്ങനെ കോടതി പറയണമെന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് നവീൻ കാര്യങ്ങളൊക്കെ പ്രകാശനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രകാശൻ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം കോടതി കൂടുകയാണ്. കിരണിനെയും വേലുവിനെയും രതീഷിനെയും ഒക്കെ കോടതി ഹാജരാക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഈ സമയത്ത് സ്റ്റെഫി കോടതി പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ചെല്ല്, നിനക്കൊന്നും ജാമ്യം കിട്ടാൻ പോകുന്നില്ല, നീയൊക്കെ അകത്തേക്കാ പോകാൻ പോകുന്നേ. അകത്തേക്ക് പോലെ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടലിടാ, നിന്റെ ഒന്നും കുടുംബത്തെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. രതീഷിന് ദേഷ്യം വന്നു. രതീഷ് പറഞ്ഞു, നീ ഒന്ന് പോടി അവിടുന്ന്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യും. പിന്നെ ഒരു കൊടും ക്രിമിനലിന് വേണ്ടി വാദിക്കാനായിട്ട് അവള് വന്നിരിക്കുന്നു, നാണമില്ലാത്തവളെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. സ്റ്റെഫി അതൊന്നും കാര്യമാക്കില്ല. എന്താ ഏതാന്നൊക്കെ വാദം കേൾക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് സ്റ്റെഫിയും കൂടെ കോടതിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് പ്രകാശനൊക്കെ കോടതിയിലേക്ക് വന്നു. പ്രകാശനും നവീൻ വക്കീലും ഒക്കെ വരുന്നുണ്ട്. പിന്നീട് കോടതി കൂടി. അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ വിളിക്കുകയാണ്. കിരണിനെയും വേലുവിനെയും രതീഷിനെയും ഒക്കെ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ വേലു നേരത്തെ കുറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഞാനാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. CI ആണെങ്കിൽ നവീനെ വെല്ലുവിളിക്കുകയും ചെയ്തു. നിന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക, അവരെ പുറത്തിറക്കാൻ പറ്റുമെങ്കിൽ പുറത്തിറക്കാനായിട്ട്. നവീൻ ചില്ലറക്കാനില്ലെന്നുള്ള കാര്യം അയാൾക്കറിയില്ലല്ലോ. അങ്ങനെ കേസ് വിളിച്ച് പ്രതിഭാവം വക്കീലും വാദിഭാവം വക്കീലും ഒക്കെ അങ്ങനെ വാദങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. ഈ സമയത്ത് നവീൻ എന്ത് ചെയ്തു? നവീൻ തന്നെ പുതിയ കളി കളിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും കിരണിനെ ഇതിനകത്ത് ഉൾപ്പെടാനായിട്ട് പാടില്ല, കിരൺ പുറത്തിറങ്ങണം. അങ്ങനെ പ്രകാശം കുറ്റം ഏറ്റെടുത്ത് പ്രകാശിന് ഒടുവില് ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. കിരൺ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ നവീൻ അവിടെ പ്രൂവ് ചെയ്യിക്കുകയാണ്, തലക്കടിച്ച് പ്രകാശനാന്നൊക്കെ. അപ്പൊ പ്രകാശൻ പറഞ്ഞ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും കിരൺ ഒന്നും ഈ പറയുന്ന ജയിലിലേക്ക് പോകാൻ പോകുന്നില്ല, റിമാൻഡില്. കാരണം അതിനു മുമ്പ് തന്നെ നവീൻ രക്ഷിക്കുകയും ചെയ്യും. പ്രകാശം കുറ്റമായിട്ടെടുത്താലും അവസാനം സത്യങ്ങളൊക്കെ പുറത്തു വരും, അതാരാ ചെയ്ത് എങ്ങനെ എന്താന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.